കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, എന്താണ് അവരുടെ ഫീലിങ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് വളരെയധികം ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സഡനായിട്ടുള്ള ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ അവഗണിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ കാർമിക് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് എൻഡ് ആയതായിട്ടും ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത്. ലവേഴ്സ് കാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ടവർ കാർഡും ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ആ വ്യക്തിക്ക് ഒരുപാടുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ഒരുപാട് കമ്മിറ്റ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ വ്യക്തി കാണിച്ചിരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയം ഒരുപാട് ഈ സമയത്ത് ആ വ്യക്തി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഒരുപാട് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കണം. അത് എൻഡ് ആയതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് വരുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. ആ വ്യക്തിയുടെ ലൈഫിലുള്ള ഹാപ്പി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നിങ്ങളായിരുന്നു എന്ന് ഈ ഒരു സമയത്ത് ആ വ്യക്തി റിയലൈസ് ചെയ്യുന്നു. നിങ്ങളുടെ റിയൽ വാല്യൂ ആ വ്യക്തി മനസ്സിലാക്കുകയാണ്. ഓക്കെ, തികച്ചും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളോട് ചെയ്തിട്ടുള്ള കർമ്മയ്ക്ക് ഒരു ഫലം ആ വ്യക്തി അനുഭവിച്ച് കഴിഞ്ഞതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. മേ ബി നല്ല ഒരു സമയത്ത് നിങ്ങളെ ഒരുപാട് അവഗണിക്കുകയും നിങ്ങളെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യുന്നതിൽ ആ വ്യക്തി ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുകയാണ്. നിങ്ങളായിരുന്നു ആ വ്യക്തിയുടെ ലൈഫിലെ വെളിച്ചം എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പ്രണയം എത്രമാത്രം വാല്യുബിൾ ആയിരുന്നു എന്ന് ആ വ്യക്തി ഈ സമയത്ത് മനസ്സിലാക്കുന്നു. ക്രൈയിങ് ആൻഡ് ഡിപ്രഷൻ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വിഷമിക്കുകയാണ്. മേ ബി ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി ഒരുപാട് ഡിപ്രഷനിലാണ്. ആൻഡ് റീച്ചിങ് ഔട്ട്, ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടാണ് ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നത്. ലൈഫ് ലെസൺസ് ആൻഡ് ഹീലിംഗ്, അതായത് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫ് കർമ്മ, അതായത് ആ വ്യക്തി ചെയ്ത കർമ്മത്തിന്റെ ഫലം ഒരുപാട് ലെസൺസ് ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ വ്യക്തി സ്വയം ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലവ് എത്രമാത്രം ആ വ്യക്തിക്ക് ഒരു ഹീലിംഗ് കൊടുത്തിരുന്നു എന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നു. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ആണ് എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷനിലൂടെ ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ വ്യക്തിക്ക് കിട്ടിയിട്ടുള്ള ലൈഫ് ലെസൺസിലൂടെ ആ വ്യക്തി തിരിച്ചറിയുകയാണ് നിങ്ങളാണ് ആ വ്യക്തിയുടെ റിയൽ ട്വിൻ ഫ്ലെയിം എന്ന് ആ വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, കൂടുതൽ പേർക്കും ഇതൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. ഒരുപാട് നാളായിട്ട് നിങ്ങളിങ്ങനെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിൽ കഴിയുന്നതായിട്ടും ഒരുപാട് ഏകാന്തത, നിങ്ങൾക്ക് ഈ വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത് നിങ്ങളായിട്ട് തന്നെ ഈ ഒരു സിറ്റുവേഷൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല മൊമെന്റ്സ് അല്ലെങ്കിൽ നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷൻസ് റീക്രിയേറ്റ് ആവണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഈ ഒരു സമയത്ത് എൻഡ് ആയതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്.
അതുപോലെ തന്നെ എംപ്രസ് കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ഒരു മദർലി കെയർ ആ വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എത്രയും വേഗം ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ എത്തണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റീയൂണിയൻ വേണം എന്ന് ആ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ദ മാസ്റ്റർ കാർഡ് ഈസ് സിക്സ് ഓഫ് കപ്സ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള പാസ്റ്റ് ലൈഫ് മെമ്മറീസ് ഒരിക്കലും ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതല്ല. ഒരിക്കലും നിങ്ങളെ വിട്ടു പിരിയാനോ നിങ്ങളല്ലാതെ മറ്റൊരു വ്യക്തി ആ വ്യക്തിയുടെ ലൈഫിൽ കാണാൻ പോലും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഓക്കെ. ഇയേഴ്സ് ഓഫ് കമ്മിങ് ടുഗദർ. അതായത് ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരാനായിട്ട് എന്തൊക്കെയോ ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് സെക്ഷൽ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ ആ വ്യക്തിക്ക് ഒരുപാട് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യുന്നതായിട്ട്, അതായത് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് ഒരു റീയൂണിയൻ സംഭവിച്ചിട്ട് നിങ്ങളുമായിട്ട് ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു മാരീഡ് ലൈഫ് ഉണ്ടാവണം എന്നാണ് ആ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. വളരെയധികം ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു സമയത്ത് ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്.